നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റ് സമ്മേളനത്തിന് ലോക്സഭയിൽ തുടക്കമായി. ബജറ്റ് അവതരണം നാളെ. നികുതി ഭാരം കുറയ്ക്കുമെന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. കാലിക്കറ്റ് സർവകലാശാല ഡിഫോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അക്ഷയ്, സാരംഗ്, ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ നാളെ തൃശൂരിലെത്തിക്കും. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഹൈദരാബാദിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. പുത്തൂർ സ്വദേശിയായ സാജൻ 2 വധശ്രമം ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. അതിരപ്പള്ളി ചായപ്പൻകുഴിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 960 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 61,840 രൂപയായി. ഗ്രാമിന് 120 രൂപയാണ് വർദ്ധിച്ചത്. ഭൂമിയുടെ അവകാശ രേഖ അനുവദിക്കുന്നതിനായി കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ ജൂഡാണ് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കും. 4 മാസത്തിനുള്ളിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 ലിറ്ററോളം വിദേശ മദ്യവുമായി യുവാവിനെ ചാവക്കാട് പോലീസ് പിടികൂടി. എടക്കഴിയൂർ 6 കല്ലെ പടിഞ്ഞാറ് താമരശ്ശേരി വീട്ടിൽ വിജയനെയാണ് പിടികൂടിയത്. റേഷൻ കടകളിലെ ഭക്ഷ്യധാന്യ ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ചളിങ്ങാട് സെന്ററിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക MLAയുടെ വ്യാജ ഒപ്പിട്ട് നിയമസഭയിൽ നിന്നും ഓവർടൈം ഡ്യൂട്ടി അലവൻസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ PA മസൂദ് K വിനോദിനെതിരെ തിരുവനന്തപുരം സിറ്റി മ്യൂസിയം പോലീസ് കേസെടുത്തു. നിയമസഭയിൽ നിന്നും ലഭ്യമാക്കിയ വിവരാവകാശ രേഖ പ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് AA മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് നടപടി. അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ മുതുവറയിൽ ഏകദിന ഉപവാസ സമരം നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്തി റവന്യൂ ഉദ്യോഗസ്ഥർ. തഹസിൽദാർ T ജയശ്രീയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് അരങ്ങേറ്റം നടത്തിയത്. HSS തിരുവളയന്നൂർ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ആദരണം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അധ്യക്ഷനായി. പുന്നമ്പറമ്പ് പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി നടത്തുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ നോട്ടീസ് പ്രകാശനം നടന്നു. മച്ചാട് മാമാങ്കം പറയെടുപ്പ് പാരമ്പര്യ അവകാശി അരീക്കര ഇല്ലം AP കൃഷ്ണകുമാർ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ഫെബ്രുവരി 13 മുതൽ 20 വരെയാണ് കാർണിവൽ. DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി സ്റ്റാൻഡ് ഫോർ സെക്യുലർ ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി പൊതുയോഗം നടത്തി. നെല്ലുവായ് സെന്ററിൽ DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU ലോക മലേശ്വര യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല കലാകായിക മത്സരങ്ങൾ അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിഡ് ഫെസ്റ്റിന്റെ ഭാഗമായി മുത്തശ്ശി മുത്തശ്ശന്മാരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം
ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകയും പ്രവാസിയുമായ തങ്കമണി നമ്പലാട്ടിന്റെ ചികിത്സാ ധനസഹായം രോഗബാധിതർക്ക് UR പ്രദീപ് MLA കൈമാറി. ശോഭന രാജൻ, KM അസീസ്, KP ശ്രീജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഐക്യ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഐക്യ സുവിശേഷ മഹായോഗം ഫെബ്രുവരി 3 മുതൽ 9 വരെ കുന്നംകുളത്ത് നടക്കും. മാർ ബസേലിയോസ് മെത്രാപോലീത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും. പെരിങ്ങോട്ടുകര വാഗ ബോർഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൾ കേരള അണ്ടർ 13 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അപെക്സ് കൗൺസിലർ K സതീശൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പൊതുയോഗം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSSPU തെക്കുംകര പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. ബാലസംഗമവും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായി ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. കാളമുറിയിൽ നടന്ന ഗാന്ധി സ്മൃതി ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ ഇടവക ദിനം ഞായറാഴ്ച ആഘോഷിക്കും. നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിലിനെ ചടങ്ങിൽ സ്വീകരണം നൽകും. പ്രശസ്ത ചുമർചിത്ര കലാകാരൻ അപ്പുക്കുട്ടൻ കോട്ടപ്പടി അന്തരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശിയാണ്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി നിർവഹണത്തിൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും നാളെ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുമെന്നും JJM കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതി. 41,500 കോടി രൂപ നൽകാനുണ്ടെന്ന് കരാറുകാർ. പുലരി ബാലസാഹിത്യ അവാർഡ് വിതരണവും CR ദാസ് രചിച്ച റെഡ് ഫുഡ് സ്റ്റെപ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഫെബ്രുവരി 8 നടക്കും. K രാധാകൃഷ്ണൻ MP പുസ്തകം പ്രകാശനം നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത മാസം 27 തീരദേശ ഹർത്താൽ ആചരിക്കും. മണൽ ഖനന പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കൊണ്ടാഴി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 2 മുതൽ 9 വരെ തിരുവില്ലാമലയിൽ ഗായത്രി മഹായജ്ഞം നടക്കും. ശ്രീ വ്യാസ തപോധ്യ ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആശ്രമ ഭൂമിയിലാണ് യജ്ഞം നടക്കുക. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ PA യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. കോഴിക്കോട് നടന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് കേരള മത്സരത്തിൽ ഫാഷൻ ഐക്കൺ കേരള ടൈറ്റിൽ വിന്നറായി തൃശൂർ സ്വദേശി മനോജ് പൊറ്റേക്കാട്ട്. പാലാഴി സ്വദേശിയായ മനോജ് നിരവധി ഫാഷൻ ഷോകളിലും വിജയിയാണ്. നെല്ലായി പന്തലൂർ മുല്ലോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 1 മുതൽ 3 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. 3-ന് 3 ആനകളോടുകൂടിയ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, കാളകളി, മേളം, തായമ്പക എന്നിവയുണ്ടാകും. ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ആമ്പല്ലൂരിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിൽ കാർ കാനയിലേക്ക് ചെരിഞ്ഞ് അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് ഭാഗത്തു നിന്നും താലൂരിയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്.
സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ച് നാഷണൽ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പി സുരേഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി. പുത്തൂർ തുളിയാൻപാടത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന് ബുധനാഴ്ച തിരശ്ശീല ഉയരും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിൽ അന്തർദേശീയ, ദേശീയ ചലച്ചിത്രങ്ങൾക്കൊപ്പം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി CPM-ലെ KK റിജേഷിനെ തിരഞ്ഞെടുത്തു. LDF-ലെ മുൻ ധാരണ പ്രകാരം CPI പ്രതിനിധി ആതിര ദേവരാജൻ രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് KKTM കോളേജിൽ KSUവിന്റെ പ്രചരണോപാധികൾ കത്തിച്ചു നശിപ്പിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ പ്രതിഷേധ സമ്മേളനം നടത്തി. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് പടിഞ്ഞാറ് മണ്ഡലക്കാലിൽ താമസിച്ചിരുന്ന യുവതിയാണ് മരിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി 8 മുതൽ 15 വരെ ആഘോഷിക്കും. 8 രാത്രി 8 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി ഉത്സവത്തിന് കൊടിയേറ്റും. KM മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് എം കൊടകര മണ്ഡലം കമ്മിറ്റി കാരുണ്യ ദിനമായി ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.